പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ഭയം, ഫിയർ ഓഫ് പ്ലീസിങ് പീപ്പിൾ. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വചനം പറയുന്നു, ശരീരത്തെ കൊല്ലുവാൻ കഴിഞ്ഞിട്ട് ആത്മാവിനെ കൊല്ലുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. ഡു നോട്ട് ഫിയർ ദോസ് ഹു ക്യാൻ കിൽ ദ ബോഡി ബട്ട് കനോട്ട് കിൽ ദ സോൾ. നാട്ടുകാരും വീട്ടുകാരും എന്തു പറയും എന്നോർത്ത് ദൈവിക പ്രമാണങ്ങളിൽ ഒത്തുതീർപ്പ് വരുത്താറുണ്ടോ? മനുഷ്യഭയം എന്ന കെണിയെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ലൗകിക മനുഷ്യരെയും സമൂഹത്തെയും ഭയപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് കണ്ടുവരുന്നത്. യേശു നമ്മോട് വ്യക്തമായി പറഞ്ഞു, ശരീരത്തെ കൊല്ലുവാൻ കഴിഞ്ഞിട്ട് ആത്മാവിനെ കൊല്ലുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട, ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും. ഉദാഹരണം പറഞ്ഞാൽ, ബൈബിളിലെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ യുവാക്കൾ രാജാവിൻ്റെ ആജ്ഞയേക്കാൾ ദൈവത്തിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ടു എന്നുള്ളതാണ്. അവർ തീച്ചൂളയിലേക്ക് എറിയപ്പെടാൻ തയ്യാറായി, എന്നാൽ ബിംബത്തിന് മുന്നിൽ തല കുനിച്ചില്ല. ഇന്ന് നമ്മൾ ചെറിയൊരു ഒറ്റപ്പെടൽ ഭയന്ന് പാപങ്ങൾക്കും അനാചാരങ്ങൾക്കും മുന്നിൽ തലകുനിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ് ദൈവവചനത്തെ തള്ളിപ്പറയുമ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ മനുഷ്യരെയാണ് ഭയപ്പെടുന്നത്. Let us stand before God with fear and faithfulness, without seeking the favor of men. അതേ, മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ ഭയത്തോടും വിശ്വസ്തയോടും കൂടെ നിൽക്കാം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിയട്ടെ. സർവശക്തനായ ദൈവമേ, മനുഷ്യഭയം എന്നെ ഭരിക്കാൻ അനുവദിക്കരുത്. ലോകം എനിക്കെതിരായി നിന്നാലും അങ്ങയുടെ വചനത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമുക്കതിനുള്ള ബലവും ശക്തിയും തരും. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.